ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. KDAC റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ് വന്നിട്ടുള്ളത്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 1,20,000 രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി. KDAC റിക്രൂട്ട്മെൻറ്റ് 2025 പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, സീനിയർ പ്രോഗ്രാം മാനേജർ തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ പുറത്തിറക്കി. ആവശ്യമായ യോഗ്യതകൾ പൂർത്തിയാക്കിയ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ 8 പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, സീനിയർ പ്രോഗ്രാം മാനേജർ ഒഴിവുകൾ കേരളത്തിലാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 7/5/2025 മുതൽ 21/5/2025 വരെ ഓൺലൈനായി ഇമെയിൽ വഴി ഈ തസ്തികയിലേക്കായി അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഹൈലൈറ്റുകളാണ്. സ്ഥാപനത്തിൻ്റെ പേര് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ. തസ്തികയുടെ പേര് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, സീനിയർ പ്രോഗ്രാം മാനേജർ. ജോലി തരം കേരള സർക്കാർ ജോലിയാണ്. നിയമന തരം കരാറടിസ്ഥാനത്തിലാണ്. വാക്കൻസികൾ വന്നിട്ടുള്ളത് 8 ആണ്. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഇത് മിസ്സാക്കാതെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ജോലി സ്ഥലം കേരളത്തിലാണ്. ജോലിയുടെ ശമ്പളം 30,000 രൂപ മുതൽ 1,20,000 രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി. അപേക്ഷാ രീതി ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 7/5/2025 മുതൽ അവസാന തീയതി 21/5/2025 വരെയാണ്. നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിശദാംശങ്ങളാണ്. സീനിയർ പ്രോഗ്രാം മാനേജർ 1,10,000 രൂപ മുതൽ 1,20,000 രൂപ വരെയാണ്. സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് 40,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് 30,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ്. പ്രായപരിധി നിയമങ്ങൾ അനുസരിച്ച് പാലിക്കും. നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ്. സീനിയർ പ്രോഗ്രാം മാനേജർ ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം BTech ബിരുദം അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MBA ഫുൾ ടൈം. PMP Prince 2 സർട്ടിഫിക്കേഷൻ. പ്രവൃത്തി പരിചയം. കോർപ്പറേറ്റ് IT പരിസ്ഥിതി, IT ബിസിനസ് വിശകലനം അല്ലെങ്കിൽ അനുബന്ധ സാങ്കേതിക മേഖല, ആപ്ലിക്കേഷൻ വികസനം, വ്യത്യാസ നടപ്പാക്കൽ ആൻഡ് അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ യോഗ്യതാനന്തര പരിചയം. സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം BTech ബിരുദം അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് പരിചയം. കോർപ്പറേറ്റ് IT പരിസ്ഥിതി, IT ബിസിനസ് വിശകലനം അല്ലെങ്കിൽ അനുബന്ധ സാങ്കേതിക മേഖല, ആപ്ലിക്കേഷൻ വികസനം, വിന്യാസ നടപ്പാക്കൽ ആൻഡ് അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് 5 വർഷത്തെ യോഗ്യതാനന്തര പരിചയം. നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം BTech ബിരുദം അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് പരിചയം. കോർപ്പറേറ്റ് IT പരിസ്ഥിതി, IT ബിസിനസ് വിശകലനം അല്ലെങ്കിൽ അനുബന്ധ സാങ്കേതിക മേഖല, ആപ്ലിക്കേഷൻ വികസനം, വിന്യാസ നടപ്പാക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് 3 വർഷത്തെ യോഗ്യതാനന്തര പരിചയം. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയെന്നാണ്. പ്രമാണ പരിശോധന, എഴുത്തു പരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വിശദാംശങ്ങൾ, റെസ്യൂമെയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ, സമീപകാല പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സർട്ടിഫിക്കറ്റുകൾ അതായത് പ്രായം, വിദ്യാഭ്യാസം, ജാതി സർട്ടിഫിക്കറ്റ് മുതലായവ തെളിയിക്കുന്ന എന്നിവ സഹിതം എന്ന ഇമെയിൽ വിലാസത്തിൽ 2025 മെയ് 21 അതിനു മുമ്പോ അയക്കണം. താൽപ്പര്യയോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 21 മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.